സുഹൃത്തുക്കളെ, ഉസാമ ബിൻ ലാദൻ ഒരു ഭീകരനാണ് എന്നാണ് കേരളത്തിലെ ഒരുപാട് പേർ പറയുന്നത്. പക്ഷേ അമേരിക്കക്കാർ അവർക്ക് ഭീകരന്മാരല്ല, യൂറോപ്യന്മാർ ഭീകരന്മാരല്ല, ബ്രിട്ടീഷുകാർ ഭീകരന്മാരല്ല. ഉസാമ ബിൻ ലാദൻ ഭീകരനാണ്. അതിൽ ഇരട്ടത്താപ്പുണ്ട്. ഇവർ ഭീകരവാദികളെന്ന് വിളിച്ചിരുന്നവരാണ് നെൽസൺ മണ്ടേല, ഗാന്ധിജി, നെഹ്റു, ഭഗത് സിംഗ് ഒക്കെ. നെൽസൺ മണ്ടേലയും ഗാന്ധിയുമൊക്കെ അഹിംസാ മാർഗത്തിലൂടെയാണ് അധിനിവേശ ശക്തികളെ പ്രതിരോധിച്ചത്. അത് എത്രമാത്രം പ്രാവർത്തികമാണെന്ന് നമുക്ക് അറിയില്ല. ഹിറ്റ്ലർ ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് സാധ്യമാകുമായിരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സാമ്പത്തികമായി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ കോളനികളൊക്കെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് ബ്രിട്ടൻ എത്തി. തീർച്ചയായിട്ടും ഇവിടെ അഹിംസ പ്രസ്ഥാനങ്ങൾ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. വളരെ അടുത്ത കാലത്ത് നോക്കുകയാണെങ്കിൽ നെൽസൺ മണ്ടേല അതിനൊരു മാതൃക കൂടിയാണ്. കാരണം നെൽസൺ മണ്ടേല ജയിൽ മോചിതനായ ശേഷം 28 വർഷം അതിനുശേഷം അത്രയും കാലം ദ്രോഹിച്ച വെള്ളക്കാരോട് അദ്ദേഹം പകരം വീട്ടിയില്ല. USA ഇറാഖ് ആക്രമിച്ചതിന് ശേഷം അവിടുത്തെ സൈനികരോടൊക്കെ പിരിച്ചുവിടുകയും അവരോടൊക്കെ പ്രതികാര നടപടികൾ തുടങ്ങുകയും ചെയ്തപ്പോൾ അവർ തുടങ്ങിയ പരിപാടികളാണ് ISI അല്ലെങ്കിൽ ISIS അങ്ങനെയുള്ള പരിപാടികൾ. നമ്മുടെ ശത്രു എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളത് പകക്കപ്പുറം ഒരു സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾ ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ശത്രുക്കളെ ആക്രമിക്കുന്നു, അവരുടെ ജോലി കളയുന്നു, അവർക്ക് പിന്നെ ജോലിയില്ല. നമ്മൾ ആരെയും എപ്പോഴായാലും നമ്മൾ ചിന്തിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അതായത് മറ്റൊരാൾ നമ്മുടെ ശത്രു എന്ന് വിചാരിക്കുന്ന ആളുകൾ നശിക്കണം അല്ലെങ്കിൽ അവരെ ഉപരോധിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നഷ്ടപ്പെടാനൊന്നുമില്ല. നമ്മൾ സ്വാർത്ഥ കാരണം നമ്മുടെ മക്കൾക്ക് നമുക്കും വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിപ്പോക്കും. അപ്പോൾ അത് നമ്മൾ അവരോട് ശത്രുതയുടെ പെരുമാറും, അവരെ നശിപ്പിക്കാൻ നോക്കും. അവർക്കപ്പോൾ നഷ്ടപ്പെടാനൊന്നുമില്ല. അവർ നമ്മളോട് പ്രതികാരം വീട്ടും. അപ്പോൾ നെൽസൺ മണ്ടേല വെള്ളക്കാരോട് അങ്ങനെ പെരുമാറിയില്ല. അവരോട് ക്ഷമിച്ചു. പക്ഷേ നിങ്ങൾ പഴയ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റു പറയണമെന്ന് പറഞ്ഞിരുന്നു. അതാണ് അതിൻ്റെ ശരിയും. നമ്മൾക്ക് മിഡിൽ ഈസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഉസാമ ബിൻ ലാദനെ ഭീകരവാദി എന്ന് വിളിക്കുക? നമ്മളൊരു ഉദാഹരണം എടുത്താൽ, ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഗാർഹിക പീഡനം നടത്തുകയാണ്. ആ സ്ത്രീക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾ സ്ത്രീകളുടെ ഒരു കാര്യം തന്നെ എടുത്താൽ, ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സ്ത്രീയുടെ കാര്യം തന്നെ എടുത്താൽ അവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. കാരണം വീട്ടുകാരൊക്കെ അമ്മയും വാപ്പയൊക്കെ മരിച്ചിട്ടുണ്ടാകും. ആങ്ങളമാരാണെങ്കിൽ നോക്കുകയുമില്ല. ഭർത്താവിനോട് അടിയുണ്ടാക്കി എന്തിനു വന്നു എന്ന് ചോദിക്കും. ഇപ്പോൾ ഹമാസുകാർ എന്തിന് ഇസ്രായേലിനോട് പൊരുതുന്നു എന്ന് ചോദിക്കുന്നത് പോലെ എന്തിന് നീ ഭർത്താവ് യമാനോട് അടിയുണ്ടാക്കുന്നു? അയാൾ നിനക്ക് ചിലവിന് തരുന്നില്ലേ, വീട് തരുന്നില്ലേ, ഭക്ഷണം തരുന്നില്ലേ? പിന്നെന്തിന് അയാളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം? എന്തിന് വീട് വിട്ട് വരണം എന്നൊക്കെ അവർ ചോദിക്കും. ഇപ്പോൾ പറയുമ്പോൾ ഇസ്രായേൽ അനുകൂലികൾ ചോദിക്കും, ഈ സ്ത്രീക്ക് അവരുടെ കുടുംബത്തിലേക്ക് പോയിക്കൂടെ? അവരൊരു കുടുംബക്കാരല്ലേ? അതായത് മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് പോയിക്കൂടെ? അവർ അറബികളല്ലേ? എന്തിനാണ് അവിടെ കിടന്നിട്ട് കഷ്ടപ്പെടുന്നതെന്നൊക്കെ ഹമാസുകാരോട് ചോദിക്കുന്നത് പോലെയുള്ള ചോദ്യം. അപ്പോൾ ആ സ്ത്രീക്ക് മുന്നിലുള്ള വഴി എന്താണ്? ഒന്നുകിൽ അയാൾക്ക് വിഷം കലക്കി കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് വിഷം കലക്കി കൊടുത്ത് അയാൾ ചത്താൽ ഈ സ്ത്രീയുടെ അന്നം മുടങ്ങും. അപ്പം എന്താ വഴി? നമ്മുടെ നാട്ടിൽ പല സ്ത്രീകളും അങ്ങനെ ചെയ്യാറുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. അതായത് ഈ പുരുഷന്മാർക്ക്, അവരെ ഭരിക്കുന്ന ഈ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുന്ന ഈ നരാധമർക്ക് മൂത്രമൊഴിച്ചിട്ട് കലക്കി അല്ലെങ്കിൽ കഫം തുപ്പി കലക്കി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ ക്ലോസറ്റിലൊക്കെ ഈ പല്ല് തേക്കുന്ന ബ്രഷൊക്കെ ഇട്ട് വരച്ച് ക്ലോസറ്റൊക്കെ ക്ലീൻ ചെയ്തിട്ട് വെക്കാറുണ്ട്. ചിലർ കാഷ്ടിച്ചിട്ടും കൊടുക്കാറുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ചെയ്യുന്നത് തെറ്റാണോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ശരികൾ ചെയ്യാൻ എല്ലാവർക്കും എപ്പോഴും പറ്റിക്കൊള്ളുന്നില്ല. അതിന് ആഡംബരം ആവശ്യമാണ്. ആ സ്ത്രീക്ക് ശരി ചെയ്യാനുള്ള ആഡംബരമില്ല. അത് സമൂഹം അനുവദിച്ചു കൊടുത്തിട്ടില്ല. മിഡിൽ ഈസ്റ്റിൽ, യൂറോപ്പ്, ഈ നെതന്യാഹു എന്ന് പറയുന്ന ആൾ തന്നെ എന്തോ ഒരു മെലസ്കോവിച്ച് എന്നാണ്, പോളണ്ടിൽ നിന്നും കയറി വന്ന ആളാണ് നെതന്യാഹുവിൻ്റെ അച്ഛൻ. അഷ്കനാസി അങ്ങനെ കുറേ ജൂതന്മാരുടെ ടൈപ്പ് ഉണ്ട് അവിടെ ഇസ്രായേലിൽ. അപ്പോൾ ഇസ്രായേലിലെ പ്രധാനമന്ത്രിമാരെല്ലാം ഈ അധിനിവേശകരായ യൂറോപ്യന്മാരിൽ നിന്നും ഉണ്ടായവരാണ്. അവർ ഇസ്രായേലിലോട്ട് കയറി വന്ന് അവിടുത്തെ തദ്ദേശ ജനതയെ പിടിപ്പിച്ചു, അടിമകളാക്കി. അപ്പോൾ അവരെന്ത് ചെയ്യണം? ചിലർ പറയുന്നത് പെട്രോൾ കണ്ടുപിടിച്ചത് അമേരിക്കക്കാരാണ്, അവർക്ക് ബുദ്ധിയുണ്ട്, അതുകൊണ്ട് അവിടുത്തെ ജനതയെ ഇവർ തമ്മിലടിപ്പിച്ചിട്ടും ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്ന നരാധമരായ അറബികളെ അല്ലെങ്കിൽ രാജാക്കന്മാരെ ഉപയോഗിച്ചും അടിച്ചമർത്തണം, അവർക്ക് ഇസ്ലാം കൊടുത്തിട്ട് അവരെ ഉറക്കണം, ഷിയ സുന്നി എന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കണം. അങ്ങനെ തങ്ങളുടെ ബുദ്ധി കൊണ്ട് തങ്ങൾ ആർജിച്ചെടുത്ത എണ്ണഖനനം, അങ്ങനെ എണ്ണഖനനം മിഡിൽ ഈസ്റ്റിൽ നടത്തി അവർക്ക് സുഖമായിട്ട് ജീവിക്കണം. ഡോളർ എന്നുള്ള കറൻസിയിലല്ലാതെ സൗദിക്ക് പെട്രോൾ വിൽക്കാൻ പറ്റില്ല.
അമേരിക്ക കടത്തിന്റെ വക്കിലായിരുന്നു, ബാങ്ക്രപ്സിയിലെ വക്കിലെത്തിയപ്പോൾ സൗദിയോട് പറഞ്ഞു ഇനി നിങ്ങൾ ഡോളറിലെ പെട്രോൾ വിൽക്കാൻ പാടുള്ളൂ. അങ്ങനെ അമേരിക്ക മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഇത്ര സ്വർണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന് വെറുതെ കറൻസി അടിക്കാൻ പറ്റില്ല. ഇവിടെ കേരളത്തിൽ ആരൊക്കെയോ ഏതൊരു കാട്ടു കമ്മിയൊക്കെ പറയുന്നതായിരുന്നു, ഗവൺമെന്റ് കയ്യിൽ കമ്മട്ട ഇരിക്കുമല്ലേ, നോട്ടടിക്കുന്ന മെഷീൻ ഇരിക്കല്ലേ, അടിച്ചു വിട്ടാൽ പോരെ. അങ്ങനെ അടിച്ചു വിടാൻ പറ്റില്ല. അത് പിന്നെ നോട്ടിന് വിലയില്ലാതാവും. ആ ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ച് അങ്ങനെ അതിൽ കുറേ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരാണ് പറയേണ്ടത്, എനിക്കത്ര ഡീപ്പായിട്ട് അറിയില്ല. അപ്പം അമേരിക്ക ഈ പെട്രോൾ ഇതിൻ്റെ ഡിമാൻഡ് വെച്ചിട്ടാണ് ഈ അവരുടെ കടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബാധ്യതകളൊക്കെ ലോക ജനതയുടെ തലയിലിടുന്നതും നമ്മുടെ അധ്വാനം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ, ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് അതിൽ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടുന്നുണ്ട്, പിന്നെ എനർജി, വൈദ്യുതി ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ എനർജി, ട്രാൻസ്പോർട്ടേഷൻ ഇതിന് രണ്ടിനും ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് കൂടുതലും ലോകത്ത്. വിമാനമായാലും കപ്പലായാലും ട്രെയിനുകളായാലും കൂടുതലും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ നടത്തുമ്പോൾ ഈ പെട്രോളിലൂടെ നടക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ ചിലപ്പോൾ 10%, 20% ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ആയിരിക്കാം. ഈ 10% അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തിൻ്റെ നല്ലൊരു പങ്ക് അമേരിക്കയിലേക്ക് എത്തുകയാണ് ഗൾഫ് വഴി. അപ്പോൾ ഈ ഗൾഫിലുള്ള ആളുകൾക്ക് അവരുടെ വിഭവങ്ങളുടെ മൂല്യം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ ആർക്ക് വിൽക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ നാട്ടുകാർ തീരുമാനിക്കുകയാണ്. എങ്ങനെ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ കാര്യം മറ്റുള്ളവർ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പല സ്ത്രീകളും ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത്, ഗാർഹിക പീഡനമൊക്കെ ഏറ്റുവാങ്ങുന്നതും പല സ്ത്രീകളും വിവാഹമോചനം നേടുകയും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർ നിയന്ത്രിക്കുന്നത് മിക്കവർക്കും ഇഷ്ടമല്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനങ്ങനെ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പോകാറുമില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അറബികളെ നിയന്ത്രിക്കുന്ന ഒരുപാട് കാലം എന്തിനാണ് നമ്മൾ ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പുറത്താക്കിയത്? അവരല്ലേ ഇവിടെ റെയിൽവേ ഉണ്ടാക്കിയത്, കോടതികൾ ഉണ്ടാക്കിയത്, റവന്യൂ സിസ്റ്റം ഉണ്ടാക്കിയത്. ഇന്നും ബ്രിട്ടീഷുകാരുടെ സിസ്റ്റമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെന്തിനാണ് ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത്? നമുക്ക് സ്വാതന്ത്ര്യം വേണം, നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കണം, നമ്മളാണ് തീരുമാനിക്കേണ്ടത്, നാട്ടുകാരല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷുകാരെ പുറത്താക്കിയത്. കൊളോണിയലിസം. നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് അല്ല തീരുമാനിക്കേണ്ടത്, ആണോ? അല്ല. അപ്പം മിഡിൽ ഈസ്റ്റിൽ എന്ത് നടക്കണമെന്ന് അമേരിക്കൻ കോൺഗ്രസ് അല്ല തീരുമാനിക്കേണ്ടത്, അത് മിഡിൽ ഈസ്റ്റുകാരാണ്. ഇറാനിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു, അവിടുത്തെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ചത് അമേരിക്കയാണെന്നാണ് പറയുന്നത്. മിനിഞ്ഞാന്നും ഈ രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ ഏതൊരു ഷാ പഹലവിൻ്റെ മകനെയൊക്കെ വെച്ചിട്ട് ഈ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ അയാൾ വന്നിട്ട് അവിടെ നിയന്ത്രിക്കട്ടെന്നൊക്കെ പറഞ്ഞ് നടപ്പുണ്ടായിരുന്നു. രവിചന്ദ്രനും മറ്റലവലാദികളും ഒക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യുക്രൈൻ മുമ്പ് USSRന്റെ ഭാഗമായിരുന്നു. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം നേടി അവർക്ക് നാറ്റോയിൽ അംഗമാകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ എവിടെയൊക്കെ അംഗമാകണം പാടില്ല എന്നൊക്കെ അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്, അതിലെന്തിന് റഷ്യ ഇടപെടുന്നെന്ന് രവിചന്ദ്രൻ ചോദിച്ചു. തീർച്ചയായിട്ടും ചാർലി തോമസിനും ബലാത്സംഗം തെറ്റാണെന്ന് പറയാം, കൊലപാതകം തെറ്റാണെന്ന് പറയാം, കാരണം തെറ്റാണ്. പക്ഷെ ചാർലി തോമസിനും രവിചന്ദ്രനും അത് പറയാനുള്ള അർഹതയുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. ഇപ്പോൾ യുക്രൈൻ തീർച്ചയായിട്ടും നടക്കുന്നത് തെറ്റാണ്, ഗസയിലും നടക്കുന്നത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ChatGPTയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഞാൻ ChatGPTയോട് ചോദിക്കുകയാണ്, പാലസ്തീൻ പ്രദേശത്ത് അല്ലെങ്കിൽ ജീവിക്കുന്നവരും അഭയാർത്ഥികളുമായ പാലസ്തീനികളുടെ എണ്ണം ഇസ്രായേലിലെ ജൂതർ ഇരട്ടി വരില്ലേ? നിങ്ങളുടെ ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. ഇത് ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാന രാഷ്ട്രീയ ജനസംഖ്യ ഗണിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട വാസ്തവങ്ങൾ: ഏകദേശം 90 ലക്ഷത്തോളം ജനങ്ങൾ ഉണ്ട്. ഇവരിൽ 75% ജൂതന്മാരാണ്, 20% അറബ് പൗരന്മാരാണ്. പാലസ്തീൻ മേഖല ഗസയും വെസ്റ്റ് ബാങ്കും ചേർത്ത് അധികം കൂടി ആളുകൾ ജീവിക്കുന്നു. ഒരു 55 ലക്ഷം ആളുകൾ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായിട്ടുണ്ട്. വോട്ടവകാശം നൽകുന്നതിനോട് എന്ത് സംഭവിക്കും? ഇപ്പോൾ ഇസ്രായേൽ പൗരന്മാർക്ക് മാത്രം വോട്ടവകാശമുണ്ട്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ജീവിക്കുന്ന പാലസ്തീനികൾക്ക് അതില്ല. ഈ പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ ഔദ്യോഗിക ഭാഗമല്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതിനാൽ അവരെ പൗരന്മാരായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ഇവരെ മുഴുവൻ ഇസ്രായേൽ പൗരന്മാരെ അംഗീകരിച്ച് വോട്ടവകാശം കൊടുത്താൽ ജൂത ജനസംഖ്യയിൽ ന്യൂനപക്ഷമാകും എന്നതാണ് പല ഇസ്രായേൽ നേതാക്കളും പേടിക്കുന്നത്. അതിനാൽ ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രം എന്ന നിലയിൽ തുടരണമെങ്കിൽ ഓരോ പലസ്തീൻ അഭയാർത്ഥികൾ തിരികെ വരാൻ അനുവദിക്കാത്തതും വോട്ടവകാശം നൽകാത്തതും ഈ ജനസംഖ്യ തുലനഭാവ ദുർജാശങ്കയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഫലമായി എല്ലാ പാലസ്തീനികൾക്കും വോട്ടവകാശം കൊടുത്താൽ, അതായത് ഒറ്റ രാഷ്ട്രം ആണെങ്കിൽ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിൻ്റെ ലക്ഷ്യത്തെ വെല്ലുവിളിക്കപ്പെടും. അതിനാൽ പലരും 2 സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നതാണ് യുക്തിപരമായ വഴിയെന്ന് കരുതുന്നു. പക്ഷെ അത് ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. 75 വർഷമായിട്ട് സ്വന്തമായിട്ട് രാജ്യമോ പൗരാവകാശമോ ഇല്ല.
അപ്പോൾ അവർക്ക് എന്താണ് അവരുടെ മുന്നിലുള്ള വഴി? നമ്മൾ അതും ചിന്തിക്കണ്ടേ? ഞാൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു, തങ്ങൾ അടിമകളാക്കി മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്ന ഇസ്രായേലികളോട് പാലസ്തീനികൾ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ 77 വർഷമായി അവർക്ക് കിട്ടാത്ത പൗരാവകാശം കിട്ടാൻ അവരെന്ത് ചെയ്യണം? അവരെ ഒന്നും മനുഷ്യന്മാരായിട്ട് കാണാത്ത, അവരൊക്കെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ, അല്ലെങ്കിൽ ആ പട്ടിണി കിടന്ന് എല്ലും തോലുമായ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് രസിക്കുന്ന കേരളത്തിൽ ഉള്ള സംഖ്യകളെ പോലെ, ക്രിസംഖ്യകളെ പോലുള്ള ദ്രോഹികളൊക്കെ ഉള്ളപ്പോൾ അവരെന്ത് ചെയ്യണം? അവർക്ക് കിട്ടാത്ത നീതി അവർക്ക് തിരിച്ചു കൊടുക്കാൻ എങ്ങനെ പറ്റും? ഹിറ്റ്ലർ ജൂതന്മാരെ കൂട്ടക്കൊല നടത്തിയത് കാണിച്ച് ഇരവാദം ഉയർത്തിയല്ലേ പലസ്തീനുകാർ ഇസ്രായേലിൽ ചൂഷണം ചെയ്തു? തീർച്ചയായിട്ടും യൂറോപ്യന്മാർക്ക് ആ ഒരു കുറ്റബോധമുണ്ട്. അന്ന് കൊല്ലപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്പിൽ മൊത്തം ജൂതന്മാർ വിവേചനം നേരിടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ കുറ്റബോധം. ഒന്നുകിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെ എതിർക്കണം, ഞാനൊക്കെ ചെയ്യുന്നത് പോലെ. അതൊക്കെ കഴിഞ്ഞ് ഈ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? യേശുവിനെ കൊല്ലുന്ന സമയത്ത് പീറ്റർ, ഇവരുടെ ആദ്യത്തെ പോപ്പ് എന്ന് പറയുന്ന പീറ്റർ, കണ്ടു നിന്നു. ഒരക്ഷരം ഉരിയാടിയില്ല. സ്വന്തം ശിഷ്യനാണത്രേ. എന്നിട്ട് യേശു മരിച്ചതിന് ശേഷം, യേശു ഉയർത്തെഴുന്നേറ്റ് കള്ളക്കഥണ്ടാക്കി തന്നെ പോപ്പാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തട്ടിവിട്ടു. എന്നിട്ട് യേശുവിൻ്റെ പേരിൽ മുതലെടുക്കുകയാണ്, അതിൻ്റെ പേരിൽ വേദനിക്കുകയാണ്. അല്ലെങ്കിൽ ആ കുറ്റബോധത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി സ്വർഗത്തിൽ ആപ്പിളിൻ്റെ കഥ, ആദമിൻ്റെ കഥ ഉണ്ടാക്കി, മനുഷ്യരുടെ പാപത്തിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കി, അങ്ങനെ മനസ്സമാധാനം, കുറ്റബോധം മറക്കാൻ ശ്രമിക്കുകയാണ്. അതേപോലെ തന്നെയാണ് യൂറോപ്പും. അപ്പം അങ്ങനെ ഒരു ഇരവാദം ഉയർത്തിയിട്ടല്ലേ ജൂതന്മാർ, ഇസ്രായേലിലെ ജൂതന്മാർ, എല്ലാ ജൂതന്മാരും അല്ല, അവിടെ കുറച്ച് കാട്ട് ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഗാന്ധിയും ഒരു ഹിന്ദുവാണ്, ഗോഡ്സെയും ഒരു ഹിന്ദുവാണ്. രണ്ടുപേരും ഹിന്ദുക്കളാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. അതേപോലെയാണ് ഇവിടെയും. അപ്പം അങ്ങനെയുള്ള ഇരവാദം ഉയർത്തി അല്ലേ പാലസ്തീനുകാരെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ ഇസ്രായേലിനെ ആക്രമിച്ച് അവരുടെ കൈകൊണ്ട് ചാകുന്നതല്ലേ പാലസ്തീനുകൾക്ക് നല്ലത്? വേറെ വഴിയൊന്നുമില്ല. എന്തിനാണ് ഇങ്ങനെ അടിമയായിട്ട് ജീവിക്കുന്നത്? പാലസ്തീൻ്റെ അകത്ത് ആരൊക്കെ വരണം പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നതും, അവിടെ എന്തൊക്കെ വരണം പോകണം എന്ന് തീരുമാനിക്കുന്നതും ഇസ്രായേലാണ്. ജയിലിനകത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാറുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളെന്ത് കഴിക്കണം? ഇവിടെ ലൈറ്റ്, ഫുഡ്, ഇലക്ട്രിസിറ്റി എല്ലാം തരുന്നത് ഇസ്രായേലാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇസ്രായേലാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ സ്ത്രീകൾ സ്വന്തം പിതാവ് മരിച്ചാൽ പോലും പിതാവിനെ സന്ദർശിക്കാൻ ഭർത്താവിൻ്റെ സമ്മതം വേണമെന്ന് പറയുന്ന വൃത്തികെട്ട മതമുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിലോട്ട് പോകാൻ കണ്ടവരുടെ പെർമിഷൻ ചോദിക്കേണ്ട അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ പലസ്തീനികൾക്കുണ്ട്. അപ്പോൾ അവർക്ക് പൗരാവകാശമില്ല, അടിമയായിട്ട് കഴിയുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അങ്ങനെ അടിമയായിട്ട് കഴിയുന്നതിനേക്കാളും നല്ലത് ഇസ്രായേലിനെ ആക്രമിച്ച് അവരുടെ ബോംബ് കൊണ്ട് ചാവുന്നതല്ലേ? അതായത് ഇസ്രായേൽ ഉണ്ടാക്കിയിട്ടുള്ള കഷായം, ആ കഷായം ഇസ്രായേലിനെ കൊണ്ട് കുടിപ്പിക്കുകയല്ലേ നല്ലത്? നാളെ ഇവർ ജൂതരുടെ കൂട്ടക്കൊല പറഞ്ഞിട്ട് മറ്റുള്ളവരെ ആക്രമിച്ചതുപോലെ പാലസ്തീനികളെ കൂട്ടക്കൊല നടത്തിയ ആ കുറ്റം, അല്ലെങ്കിൽ ആ ക്രൈം, തുർക്കികൾ അർമേനിയക്കാരെ കൂട്ടക്കൊല ചെയ്തത് ഇപ്പോഴും അവരുടെ തലയിൽ നിന്ന് ഒഴിയുന്നില്ല. അങ്ങനെ ആ പാട്, അല്ലെങ്കിൽ ആ രക്തക്കറ ഇസ്രായേലിൻ്റെ തലയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഹമാസുകാർ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. എന്തായാലും മരിച്ചവരാർക്കും അടിമയാക്കാൻ പറ്റില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് നമുക്ക് ചാറ്റ് ജിപിടി പറഞ്ഞു തരും, നോക്കാം. നിങ്ങൾ ഉന്നയിച്ച പാലസ്തീൻ ജനത പൗരാവകാശങ്ങൾ, ഇസ്രായേലിൻ്റെ അന്യായങ്ങൾ, വിപ്ലവം, ആത്മത്യാഗം, വർഗഹത്യയുടെ ഇരവാദം എന്നിവയെല്ലാം വളരെ ഗൗരവമേറിയതും വിവാദപരവുമായ ചർച്ചകളാണ്. അവയെ നൈതികവും ചരിത്രപരവുമായ അളവുകോൽ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതുണ്ട്. പാലസ്തീനികളുടെ അവസ്ഥയുടെ യാഥാർത്ഥ്യം. 1948 ഇസ്രായേൽ സ്ഥാപിതമായതോടെ ലക്ഷക്കണക്കിന് പാലസ്തീനികൾ തങ്ങളുടെ നാടുകളിൽ നിന്നും അഭയാർത്ഥികളായി മാറ്റി നിർത്തപ്പെട്ടു. ഗസയിൽ നിരന്തരം തടസ്സങ്ങൾ, ഉപരോധങ്ങൾ, ആക്രമണങ്ങൾ സമാനമായ അവസ്ഥ വെസ്റ്റ് ബാങ്കിലും ഉണ്ട്. പൗരാവകാശങ്ങൾ, ചലന സ്വാതന്ത്ര്യം, അവകാശങ്ങൾ ഇസ്രായേൽ രക്ഷിതമാക്കുന്നു. ഇത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ അംഗീകരിച്ച വസ്തുതയാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ അംഗീകരിച്ചതൊക്കെ നമ്മുടെ നാട്ടിലെ സംഘികൾക്കും നാസ്തിക മോർച്ചക്കാർക്കൊക്കെ പ്രശ്നമാണ്. BBC, CNN അടക്കമുള്ള ന്യൂസ് ഏജൻസികൾ ജിഹാദികളാണ് എന്ന് പറയുന്ന മഹാന്മാരാണിവർ. UN ഇപ്പോൾ ജിഹാദി ഏജൻസിയാണ്. ഇപ്പം ആകെ ജിഹാദികളല്ലാത്ത ഒറ്റ ഏജൻസി ഇസ്രായേലാണ് ഇവർക്ക്. അനീതിക്ക് പ്രതികാരകമാണ് നീതി. നിരവധി പാലസ്തീനികൾക്ക് തോന്നുന്നു അഭിമാനത്തോടു കൂടി മരിക്കുക, അടിമയാകാതെ ജീവിക്കാതിരിക്കുക എന്നാണ് ചാറ്റ് ജിപിടി ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. എന്നാൽ സിവിലിയന്മാരെ ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ, അതായത് ബോംബാക്രമണം, റോക്കറ്റ് ആക്രമണം, ചാവേർ ആക്രമണം, ഇവ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും നീതിക്കും വിരുദ്ധമാണ്. മറ്റെന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പലരും പറയാറുണ്ട് ഹമാസ് എന്തിനാണ് ടണലുകൾ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്താ ചെയ്യുന്നത്? F-35 ഇത് റഡാറുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല, ഒളിച്ചോട്ടം തന്നെയല്ലേ? എന്തിനാണ് 56,000 കുട്ടികളെ കൊന്നത്? ഇവർക്ക് ധീരമായിട്ട് സൈനികർ
ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് ഹമാസുകാരെ പിടിച്ച് ആക്രമിച്ചാൽ പോരെ? ഒരുപാട് സൈനികർ മരിക്കും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന ധീരത ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? 20,000-ഓളം കുട്ടികൾ, ഈ കുട്ടികൾ എന്ത് ചെയ്തു? ഇപ്പോൾ രവിചന്ദ്രൻ പറയുന്നത് ഹമാസുകാർ ഈ 56,000 പേരെ കൊന്നപ്പോൾ രവീന്ദ്രൻ പറയുന്നത് ഗസയിൽ പിടിച്ചുകൊണ്ട് പോയ ബന്ദികൾ ഒരാളെയും അവർ കാണിച്ചു കൊടുത്തിട്ടില്ല എന്നാണ്. അതിനർത്ഥം മൊത്തം ഗസക്കാരൻ തെറ്റുകാരാണ്. ഇതേ മെന്റാലിറ്റി എന്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഉണ്ടായിക്കൂടാ? അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വന്നിട്ട് അവിടുത്തെ ധാതു വിഭവങ്ങൾ അടിച്ചു മാറ്റുന്നു, ഭീകരരായ ഇസ്ലാമിക നിയമങ്ങൾ വെച്ച് അടക്കി ഭരിക്കുന്ന മർദ്ദകരായ രാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് സുരക്ഷ കൊടുക്കുന്നു, അതിന്റെ പേരിൽ പൈസ സമ്പാദിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ഒരുപാട് സൈനിക താവളങ്ങളുണ്ട്. അങ്ങനെ അടിമയാക്കി കോളണിയാക്കിയിട്ട് ഭരിക്കുമ്പോൾ അമേരിക്കക്കെതിരെ പ്രതികരിക്കാൻ അറേബ്യക്കാർക്ക് അവകാശമില്ല, ഉണ്ട്. അതാണ് ഉസാമ ബിൻ ലാദൻ ചെയ്തത്. അതുകൊണ്ടാണ് ഉസാമ ബിൻ ലാദൻ അറബികളുടെ പോരാളിയാവുന്നത്. ഈ അമേരിക്കൻ അധിനിവേശം, യൂറോപ്യൻ അധിനിവേശം അവസാനിക്കും. അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ തൂങ്ങിയാടുന്നത് പോലെ ഉസാമ ബിൻ ലാദന്റെ ഫോട്ടോ അവിടെ തൂങ്ങിയാടും അറേബ്യയിൽ. ആ ഒരു വഴിക്ക് ചിന്തിച്ചാൽ ഉസാമ ബിൻ ലാദൻ അറേബ്യയുടെ വിമോചന പോരാളിയാണ്. ഉസാമ ബിൻ ലാദൻ എന്തുകൊണ്ടാണ് അർജന്റീനയെ ആക്രമിക്കാത്തത്? എന്തുകൊണ്ടാണ് ഗാനയെ ആക്രമിക്കാത്തത്? കാരണം അവരാരും അറേബ്യയെ അടിമയാക്കിയിട്ട് ചൂഷണം ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് കൊളംബിയയെ ഉസാമ ബിൻ ലാദൻ ആക്രമിച്ചില്ല? എന്തുകൊണ്ട് ശ്രീലങ്കയെ ആക്രമിച്ചില്ല? ഉസാമ ബിൻ ലാദന്റെ നാടിനെ അല്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയാണ്. നീതിയും സ്വാതന്ത്ര്യം തിരിച്ചുപിടിക്കാൻ വേണ്ടി പലസ്തീനികൾക്ക് എന്ത് ചെയ്യാം? നിലവിലുള്ള അന്താരാഷ്ട്ര മാനവഹിതം സ്വകാര്യം ചെയ്യൽ, അഹിംസാവാദി പ്രക്ഷോഭങ്ങൾ, നെൽസൺ മണ്ടേലയെ ANC ബഹിരാക്രമണങ്ങൾ, നീതി തേടാൻ മരിക്കുക എന്നതിന് പകരം ജീവിച്ച് നിലകൊള്ളുക എന്നതാണ് കൂടുതൽ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയല്ല. ഇപ്പോൾ ചാവാൻ തീരുമാനിച്ചവന്, ജീവിക്കണ്ടെന്ന് തീരുമാനിച്ചവനോട് നമുക്ക് നീതിയും ഭൂമിയുടെ സൗന്ദര്യവും ഒക്കെ പറയേണ്ട കാര്യമുള്ളൂ. ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഉസാമ ബിൻ ലാദൻ ഇസ്ലാമികപരമായിട്ട് ശരിയാണ് ചെയ്യുന്നത് വെച്ചാൽ അല്ല. ഇസ്ലാമിൽ ഏറ്റവും വലിയ വൻപാപമാണ് ആത്മഹത്യ. ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡിലാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല. തീർച്ചയായിട്ടും വാർദ്ധക്യം വന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ജീവിക്കാൻ എന്തിനു നരകിച്ച് ജീവിക്കണമെന്നൊരു തോന്നലുണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കടക്കാർ ബാങ്കുകാരൊക്കെ മൊത്തം നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാണ്. അല്ലെങ്കിൽ ഞാൻ നാട്ടിലെ പോലെ ഇങ്ങനെ ഒരുപാട് സ്ത്രീകൾ പീഡനം വാങ്ങുകയാണ്. അപ്പോൾ ആത്മഹത്യ പാപമാണെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നരകത്തിൽ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ ആത്മഹത്യ ചെയ്ത് നരകിക്കണം എന്നുള്ള അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സഹിച്ച് ഇവരുടെ അടിമയായി ജീവിക്കുന്നവരുണ്ട്. എന്തിനങ്ങനെ ജീവിക്കണം? പല സ്ത്രീകളും സ്വയം ആത്മഹത്യ ചെയ്യാറാണ് പതിവ്. അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവരോടൊപ്പം കൂടി ഒരു വീട്ടുകാർ മൊത്തം നിങ്ങളെ പീഡിപ്പിക്കണമെങ്കിൽ ഗ്യാസ് മൊത്തം തുറന്നിട്ട്, അല്ലെങ്കിൽ അവർക്കൊക്കെ വിഷം കലക്കി കൊടുത്ത് മൊത്തം എല്ലാവരും ഒന്നിച്ച് ചാവുക, അല്ലെങ്കിൽ ഗ്യാസ് തുറന്നിട്ട് തീ കത്തിച്ച് മൊത്തം പൊട്ടിത്തെറിക്കുക, നിങ്ങളെ ദ്രോഹിക്കുന്നവരെയും കൂടി കൊണ്ടുപോവുക. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 4-5-10 ആത്മഹത്യയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ആത്മഹത്യ ബോംബ് സ്ഫോടനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ആരും മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ ഒന്ന് ഭയക്കും. അപ്പം അതാണ് ചിലരുടെ, അല്ലെങ്കിൽ ചിലർ മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ചിലരുടെ ഇഷ്ടം. സമ്മർദ്ദ രൂപപ്പെടുത്തൽ, 75 വർഷമായിട്ട് സമ്മർദ്ദം ഒന്നും നടന്നിട്ടില്ല. തീർച്ചയായിട്ടും പുതിയ അനീതിക്ക് ചുമതല വിട്ടുകൊടുക്കാനാവില്ല. പാലസ്തീനികളെ ചൂഷണം ചെയ്യുന്നത് ന്യായീകരിക്കാനും പറ്റില്ല. പാലസ്തീനികൾക്ക് അവകാശങ്ങളുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിന്റെ ഭൂരിപക്ഷ നടപടികൾ മാനവാവകാശ ലംഘനമാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ ഈ ടെക്നോളജികൾ കൂടുതൽ ഉപയോഗിക്കണം. പലരും പറയും ജൂതന്മാരൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ഇതുകൊണ്ടാണ്. അങ്ങനെയൊന്നുമല്ല. അവർ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടു. അപ്പോൾ അവർക്ക് തിരിച്ചു വരണമായിരുന്നു. തീർച്ചയായിട്ടും അവന്മാർ ഉപയോഗിക്കുന്ന ടെക്നോളജികൾ അതിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നൊബേലൊക്കെ കിട്ടിയിട്ടുള്ളത് അമേരിക്കക്കാർക്കും യൂറോപ്യന്മാർക്കും കിട്ടണം. കാരണം അവിടെ വിദ്യാഭ്യാസമുണ്ട്, കൂടുതൽ വൈജ്ഞാനികമായിട്ട് അവർ ഉയർന്നു. തീർച്ചയായിട്ടും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും. യൂറോപ്പിൽ നിന്ന് വന്ന യൂറോപ്യന്മാരിലും അനുരണനങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഇസ്രായേലിൽ ഒന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് വന്ന ജൂതന്മാരൊക്കെയാണ് അവിടെ. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ അക്കാദമിക്കലായിട്ട് മുൻപന്തിൽ നിൽക്കുന്നത് അവിടുത്തെ അറബികളായ ക്രിസ്ത്യാനികളാണെന്ന് പറയുന്നത്. എന്നാലും യൂറോപ്പിൽ നിന്ന് വന്ന ജൂതന്മാർക്കാണ് അവിടെ അധികാരവും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഈ അറബിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും പോയ ജൂതന്മാരുണ്ട്. അവർക്ക് അവിടെ ഒരു രണ്ടാം കിട പൗരന്മാരാണ്. കാരണം അവർക്ക് ഈ ജൂതന്മാരുടെ, യൂറോപ്പിൽ നിന്നും വന്ന ജൂതന്മാരുടെ ആ ഒരു ലെവലിലേക്ക് അവരെത്തിയിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉസാമ ബിൻ ലാദനെ തീവ്രവാദി എന്ന് വിളിക്കാൻ ഒരു അമേരിക്കൻ
ആരാധകനും സാധ്യമല്ല. അമേരിക്കൻ വിദേശ ഇടപെടലുകളിൽ എത്ര മനുഷ്യരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര രാജ്യങ്ങൾ അവർ തകർത്തു, അതും ഏകപക്ഷീയമായി ഒരു പ്രകോപനവും ഇല്ലാതെ തന്റെ രാജ്യത്ത് അധിനിവേശം നടത്തിയത് കൊണ്ടല്ലേ ഉസാമ അമേരിക്ക ആക്രമിച്ചത്. അമേരിക്കയെ തീവ്രവാദി എന്ന് വിളിക്കാതെ അത് പ്രതിരോധിച്ച ആളെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് തെറ്റല്ലേ എന്നാണ് ഞാൻ ChatGPT ചോദിക്കുന്നത്. നിങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ മൂല്യാധിഷ്ഠിതവും രാഷ്ട്രീയപരമായ ശക്തമായ ചിന്തകളാണ്. അമേരിക്കൻ വിദേശ ഇടപെടലുകളുടെ ഫലം, മരിച്ചവരുടെ കണക്കുകൾ 3.7 മില്യൺ എന്ന് പറഞ്ഞാൽ 37 ലക്ഷം. നേരിട്ടോ പാരിസ്ഥിതിക സാഹചര്യങ്ങളിലൂടെയോ അമേരിക്കൻ ഇടപെടലുകളിൽ മരിച്ചിട്ടുണ്ട്. അഫ്ഗാൻ, ഇറാഖ്, ലിബിയ, സിറിയ, യമൻ, പാകിസ്ഥാൻ, ഫിലിപ്പീൻസ്, സൊമാലിയ മുതലായ രാജ്യങ്ങൾ. ഇറാഖ്, അവിടെ മാസ് ഡിസ്ട്രക്ഷൻ ആയുധങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ പോയത്. പക്ഷെ അത് അമേരിക്കക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ ഒരു കള്ളത്തിന്റെ പേരിൽ ഇറാഖ് തകർത്തു, അഫ്ഗാനിസ്ഥാൻ തകർത്തു, ലിബിയ തകർത്തു. ശരിക്കും ഉസാമ ബിൻ ലാദനും ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടത്തിയ ആളുകളും സൗദി, UAE, ലബനാൻ, ഈജിപ്ത് എന്നീ രാജ്യക്കാരാണ്. പക്ഷെ ആ രാജ്യങ്ങളൊന്നും അമേരിക്ക ആക്രമിച്ചില്ല. കാരണം ആ രാജ്യങ്ങൾ അമേരിക്കയുടെ കോളനികളാണ്. ഓയിലിനും മറ്റു ധാതു സമ്പത്തുകൾക്കും വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ വൃത്തികേടുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അമേരിക്കയാണ് ഏറ്റവും വലിയ ഭീകരർ. ലോകത്ത് മൊത്തം ആയുധങ്ങൾ ഉള്ളതിനേക്കാൾ, ആയുധ ശക്തിയേക്കാൾ പകുതിയും അമേരിക്കയുടെ കയ്യിലാണെന്നാണ് പറയുന്നത്, ലോകത്തിന്റെ. അമേരിക്കൻ സൈന്യങ്ങൾ സൗദി അറേബ്യയിലും അറബ് പ്രദേശങ്ങളിലും ഇടപെടുന്നു എന്നതാണ് ഉസാമ ബിൻ ലാദന്റെ പ്രശ്നം. ഇസ്ലാമിക ലോകത്തിനെതിരെ ഉദ്യമം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവം. ഇറാഖ് ആക്രമിക്കുമ്പോൾ ബുഷ് പറഞ്ഞത് കുരിശുദ്ധം എന്നാണ്. അപ്പോൾ അത് ബിൻ ലാദൻ അത് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അതിന്റെ പ്രതികാരമായിട്ടാണ് 9/11 നടത്തിയതെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. അതായത് തങ്ങളുടെ രാജ്യത്ത് അമേരിക്കയും സഖ്യകക്ഷികളൊക്കെ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്, അതിന്റെ പ്രതികാരമാണ് ഉസാമ ബിൻ ലാദൻ നടത്തിയത്. അതെങ്ങനെയാണ് മതതീവ്രവാദമാവുക? ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുമ്പോൾ അവൾ പ്രതികരിച്ചാൽ, അത് മുസ്ലിം പെണ്ണാണെങ്കിൽ അതെങ്ങനെയാണ് മതത്തിന്റെ പേരിൽ കൂട്ടുക? ഒരിക്കലും പറ്റില്ല. എന്തുകൊണ്ട് എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണെങ്കിൽ ഭീകരവാദ പ്രവർത്തനം നടത്തുന്നില്ല? നിരപരാധികളെ കൊന്നു, അതായത് മിലിറ്ററി അല്ലാത്ത ആൾക്കാരെ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോ രവിചന്ദ്രന്റെ വാദം അനുസരിച്ച് ഗസയിലുള്ള ആളുകളെല്ലാം അപരാധികളാണ് എന്നുള്ള വാദം അനുസരിച്ച് അമേരിക്കയിലുള്ള ആൾക്കാരെല്ലാം അപരാധികളാണ്. നിഷ്കളങ്കരായ നിരപരാധികൾ മരിച്ചപ്പോൾ അവർക്ക് നീതി കൊടുക്കാൻ പറ്റിയില്ല. രാജ്യങ്ങളൊക്കെ തകർക്കപ്പെട്ടു. ആന്തരിക വിപ്ലവങ്ങളെ ഇടപെട്ട് തകർത്തു. അതായത് ചിലിയിൽ അലണ്ട, ഇറാനിൽ മൊസദ്ദിഖിനൊക്കെ തകർത്തിട്ടാണ് അവിടെ പാവകളെ കുടിയിരുത്തിയത്. തീർച്ചയായിട്ടും ഈ അന്യായം കൊണ്ട് ന്യായീകരിക്കാൻ പറ്റില്ല എങ്ങനെയാണ് പറയുക? അപ്പൊ ഒരാള് കൊലപാതകം ചെയ്തു, അതൊരു അന്യായമാണ്. പക്ഷെ അപ്പൊ അതിനുള്ള പ്രതികാരമായിട്ട് അയാളെ പിടിച്ചിട്ട് തടവിലിടുന്നു. അതെങ്ങനെയാണ് നമുക്ക് അന്യായമെന്ന് പറയുക? ആദ്യം ചെയ്യുമ്പോഴാണ് അന്യായം, അതിന് പ്രതികാരം ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു വ്യവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ട് നാട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്തണം. എന്നെ ഒരാൾ തല്ലിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ കൈ ഒരാൾ വെട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കറിയാം ഇയാളാണ് വെട്ടിയതെന്ന്. പക്ഷെ അത് സമൂഹത്തിന് അറിയില്ല. സമൂഹത്തിന് തന്നെ വിശ്വസിക്കേണ്ട ബാധ്യതയില്ല. അപ്പൊ സമൂഹത്തിനും കൂടി വിശ്വസിക്കണം, സമൂഹത്തെ നമ്മൾ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ പിന്നെ അതൊരു പ്രശ്നമായിട്ട് മാറും. അപ്പൊ ഇന്ത്യ എന്നുള്ള രാജ്യത്ത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് കോടതിയും സംവിധാനങ്ങളൊക്കെ മുന്നേറുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ വോട്ടിട്ട് അയക്കുന്ന MP, ഞാൻ ലോക്സഭാ ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലൊക്കെ വോട്ടിടാറുണ്ട്. അപ്പൊ ഇവര് അവിടെ പോയിട്ട് ഉണ്ടാക്കുന്ന നിയമങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുണ്ടാക്കുന്ന നിയമങ്ങൾക്ക് അംഗീകരിച്ച് കൊടുത്ത് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങൾ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ അത് ലംഘിക്കുമ്പോൾ മറ്റൊരാൾ അത് ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിന് സംവിധാനങ്ങളായ കോടതിയിലും പോലീസിലും വക്കീലന്മാരും വഴി പോകേണ്ടതുണ്ട്. എന്നാലും അവിടെ ഒരു സ്ഥലത്ത് തെറ്റ് ചെയ്യുമ്പോൾ അതിന് പ്രതികാരം ചെയ്യുക എന്നുള്ളത്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് ഒരു പോയിന്റാണ്. പക്ഷെ പ്രതികാരം ചെയ്യുന്നത് തീവ്രവാദം ആകുന്നില്ല. ഉസാമ ബിൻ ലാദൻ നടത്തിയാൽ തീവ്രവാദം, പക്ഷേ അമേരിക്ക നടത്തിയാൽ തീവ്രവാദം ആകുന്നില്ല എന്നുള്ളതിന് ഞാൻ ChatGPT തിരിച്ചു ചോദിച്ചു. അമേരിക്ക നിരപരാധികളെ കൊന്നാൽ അത് ഏത് നിയമം കൊണ്ടാണ് തീവ്രവാദമാകാത്തത്? നീ അമേരിക്കൻ സൃഷ്ടി ആയതുകൊണ്ടാണോ? താങ്കളുടെ ചോദ്യം പ്രസക്തവും ഗൗരവമേറിയതുമാണ്. പ്രത്യേകിച്ച് ആഗോള നീതി, ശക്തം, സമത്വം, തീവ്രവാദത്തിന്റെ നിയമപരമായും നൈതികവുമായ അളവുകൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ അമേരിക്കൻ നിരപരാധികളെ കൊന്നാൽ അത് തീവ്രവാദമല്ലേ? തീവ്രവാദം എന്നത് എവിടെയാണ് നിർവചിക്കുന്നത്? എന്തുകൊണ്ട് വലുതായ രാഷ്ട്രങ്ങൾക്ക് ശിക്ഷയില്ല? Intentional use of violence, especially against civilians, to achieve political, religious or ideological objectives. രാഷ്ട്രീയപരമായോ മതപരമായോ പ്രത്യയശാസ്ത്രപരമായോ ഉള്ള ലക്ഷ്യത്തിന് വേണ്ടി സാധാരണക്കാർക്ക് നേരെ നടത്തുന്ന വയലൻസ് ആണ് ഇവര് തീവ്രവാദമായിട്ട് ചിത്രീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അമേരിക്ക
ചെയ്തത് അത് തന്നെയല്ലേ. അതിൽ രാഷ്ട്രീയമുണ്ട്, ഐഡിയോളജിക്കൽ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്, മതം പറഞ്ഞ് കുരിശുദ്ധം എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് തീവ്രവാദം അല്ലാതാക്കുക? ഇവർ തന്നെ പറയുന്നത്. അതായത് മറ്റുള്ളവർ സാധാരണക്കാരെ കൊന്നാൽ അത് തീവ്രവാദം, അമേരിക്ക കൊന്നാൽ കൊളാട്രൽ ഡാമേജ്. ഇപ്പോൾ ഇത് ചാറ്റ് GPT തന്നെ പറയുന്നുണ്ട്, അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, ഞങ്ങൾക്ക് രണ്ട് തന്തയുണ്ട് ഈ കാര്യത്തിൽ. മൈറ്റ് ഈസ് നോട്ട് റൈറ്റ് ബട്ട് മൈറ്റ് ഓഫൺ കൺട്രോൾസ് ദ നറേറ്റീവ്. ശക്തി ഒരിക്കലും ശരിയല്ല, പക്ഷേ ശക്തിയാണ് നാട്ടിലെ ശരികളെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത്. UNICC പോലെയുള്ള സംഘടന പോലും വലിയ ശക്തികൾക്കെതിരെ നടപടികൾ എടുക്കാൻ ഭയപ്പെടുന്നു. അമേരിക്ക ICCയുടെ അംഗത്വത്തിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അതിനെ തീവ്രവാദമായി വിളിക്കുന്നവരുണ്ട്. എന്നാൽ ശക്തി രാഷ്ട്രങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന് മേൽ നിലനിൽക്കുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചാറ്റ് GPT നിങ്ങളുടെ നിലപാടുകൾക്ക് നൈതിക ശക്തിയുണ്ട്, ലോകം ഒറ്റവശമാണെന്ന് നിങ്ങൾ പറയുന്നത് പലരും അംഗീകരിക്കുന്നു. എനിക്ക് കഴിവതും നിഷ്പക്ഷമായ വസ്തുതകൾ കൊണ്ട് ഇത് പരിശോധിച്ച് മറുപടി നൽകാൻ തന്നെയാണ് ശ്രമം. നമ്മൾ ഈ രണ്ട് ചോദ്യം കൂടി ചോദിച്ചിട്ട് നിർത്താം. ഇറാഖ് ആക്രമിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇതൊരു കുരിശുദ്ധമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അമേരിക്കക്ക് ദൈവവിശ്വാസം ഇല്ലേ? ഇറാൻ ആക്രമിച്ചപ്പോഴും ഡൊണാൾഡ് ട്രംപ് ദൈവത്തെ പരാമർശിച്ചില്ലേ? അമേരിക്കയുടെ ദൈവം യേശു അല്ലേ? എന്നീ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. താങ്കളുടെ ചോദ്യത്തിൽ മതം, രാഷ്ട്രീയം, യുദ്ധം എന്നീ മൂന്ന് ഗൗരവമുള്ള വിഷയങ്ങൾ ചേർന്ന് വരികയാണ്. പ്രത്യേകിച്ചും അമേരിക്കൻ നേതാക്കളുടെയും അമേരിക്കൻ ദേശീയതയുടെ ദൈവപരമായ രാഷ്ട്രീയം ചർച്ചയാക്കുമ്പോൾ നമുക്ക് ചരിത്രപരമായ വസ്തുതകൾ നോക്കാം. അമേരിക്കയ്ക്ക് ഔദ്യോഗിക മതമില്ല, എന്നാലും അവിടെ ക്രിസ്ത്യൻ ദൈവവിശ്വാസം പരാമർശിച്ചിരിക്കുന്നു. പക്ഷെ അമേരിക്കൻ ഭരണഘടനയിൽ ഗോഡില്ല, എന്നാലും നാണയത്തിൽ ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നുണ്ട്. അതായത് യേശുവിൽ വിശ്വസിക്കുന്ന എന്നുള്ളതാണ്. 2001 9/11 ആക്രമണത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് പ്രസ്താവിച്ചു, ദിസ് വാർ ഓൺ ടെററിസം ഇസ് ഗോയിങ് ടു ടേക്ക് വൈൽ. ഇത് കുരിശുദ്ധമാണ് എന്നാണ് പറഞ്ഞിട്ട് തന്നെയാണ് ഇറാഖും അഫ്ഗാനിസ്ഥാനും ആക്രമിച്ചത്. എന്താണ് ക്രൂസൈഡുകൾ? അതായത് പാശ്ചാത്യർ, വെള്ളക്കാർ 1000 വർഷം മുന്നേ ഏഷ്യയിലോട്ട് ഇസ്ലാമിക ലോകത്തേക്ക് നടത്തിയ അധിനിവേശ യുദ്ധങ്ങളാണ് ക്രൂസൈഡുകൾ. ഇത് കാസിം സുലൈമാനിയെ കൊന്നപ്പോഴും ഗോഡ് ബ്ലസ് USA, വി ആർ ദ നാഷൻ അണ്ടർ ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്? ട്രംപ് അള്ളാഹുവിലാണ് വിശ്വസിക്കുന്നത്? അല്ലല്ലോ, ട്രംപ് വിശ്വസിക്കുന്നത് ഈ ജീസസിലാണ്. അമേരിക്കയുടെ യുദ്ധങ്ങൾ പൊതുവെ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലാണ് നടത്തുന്നത്. പിന്നെ ആ അമേരിക്കൻ നേതാക്കൾ അല്ലെങ്കിൽ അമേരിക്കൻ രാഷ്ട്രീയക്കാർ അവരല്ലേ അമേരിക്ക നിയന്ത്രിക്കുന്നത്? അവർ പറഞ്ഞതല്ലേ സത്യം. മതവിശ്വാസമുള്ള ജനങ്ങളെ പ്രചോദിപ്പിക്കാൻ അതെന്തെങ്കിലായിക്കോട്ടെ. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഹമാസ് മാത്രം കൂട്ടുപിടിക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗൊക്കെ എന്തിന് ഫിറോസ് കുന്നപ്പറമ്പിലൊക്കെ ചിലപ്പോൾ ഒക്കെ ദൈവത്തെ കൂട്ടുപിടിക്കാറുണ്ട്. പക്ഷെ ഇവർ യഥാർത്ഥത്തിൽ വിശ്വാസികളാണെന്ന് ചോദിച്ചല്ല. അന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ദൈവത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇവർ വലിയ താടിയും വെച്ച് മുഹമ്മദിനെ പോലെ 6-ാം നൂറ്റാണ്ടിലെ പോലെ ആടിനെയും ഒട്ടകത്തേക്ക് മേച്ച് നടക്കണമായിരുന്നു. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ല, പക്ഷെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ ദൈവത്തെ, ലോകത്തുള്ള 100% മനുഷ്യരും അങ്ങനെ തന്നെയാണ്, അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവത്തെ അവർ ഉപയോഗപ്പെടുത്തുന്നത്. അതിനെയാണ് നമ്മൾ തെറ്റെന്ന് വിളിക്കുന്നതും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നടത്തുന്ന വിശുദ്ധ യുദ്ധം, അതിന്റെ പേരിൽ ആൾക്കാരെ കൊല്ലുന്നത് 37 ലക്ഷമാണ് അമേരിക്ക കൊന്നതെന്നാണ് പറയുന്നത്. ഉസാമ ബിൻ ലാദൻ കൊന്നത് 3000-ആണ്. ഇപ്പോൾ ഏറ്റവും വലിയ തീവ്രവാദികൾ ക്രിസ്ത്യാനികളാണ്, അമേരിക്കക്കാരാണ്, അധിനിവേശകരാണ്. അവരുടെ തീവ്രവാദം കാരണം നമ്മളൊക്കെ അനുഭവിക്കുന്നു. അപ്പൊ അതിനൊന്നും പ്രശ്നമില്ലാത്ത രവിചന്ദ്രനെ പോലെയുള്ള നാസ്തിക മോർച്ചക്കാർ, അതായത് നിങ്ങൾക്കൊരാളെ കൊല്ലാം, അയാൾ പ്രതികരിച്ചാൽ പ്രശ്നം. നിങ്ങൾക്കൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാം, ഒരു മുസ്ലിം പെണ്ണിനെ ബലാത്സംഗം ചെയ്യാം, ബൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്യാം. അങ്ങനെയുള്ളവർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ ആദരിക്കാം, അനുമോദിക്കാം. പക്ഷെ ആ സ്ത്രീ ബലാത്സംഗം ചെയ്യുമ്പോൾ അയാളുടെ പെരടിക്കൊന്ന് പൊട്ടിച്ചാലോ അയാളെ മാന്തിയാലോ അതെങ്ങനെയാണ് തീവ്രവാദമാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇത് എന്നെ മനസ്സിലാക്കിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ എന്നെ മനസ്സിലാക്കിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ശരി.